കോതമംഗലത്ത് ആന്റണി ജോൺ 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി KA ജോയ് അവകാശപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആന്റണി ജോണിന്റെ പ്രവർത്തന മികവും ജനകീയതയും വോട്ടായി മാറും. മറ്റു ചില ഘടകങ്ങൾ കൂടി അനുകൂലമായാൽ ഭൂരിപക്ഷത്തിൽ വൻ വർധനവുണ്ടാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഹാട്രിക് എന്ന ചരിത്ര നേട്ടമാണ് LDFന്റെ കണക്കുകൂട്ടലിലുള്ളത്. 5000-നും 7000-നും ഇടയിലുള്ള ഭൂരിപക്ഷം ആന്റണി ജോണിന് ലഭിക്കുമെന്നാണ് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളുടെ വിശകലനത്തിൽ തെളിയുന്നതെന്ന് CPM ഏരിയ സെക്രട്ടറി KA ജോയ് പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായ മറ്റു ചില ഘടകങ്ങൾ കൂടി അനുകൂലമായാൽ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവ് ഉണ്ടാകും. ഒരു ഹാട്രിക് വിജയത്തിൻ്റെ ഉദാഹരണമായി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾ കണക്കാക്കുന്നത് 5000-നും 7000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും അങ്ങനെ അടങ്ങുന്ന ഈ അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കാണ്, ബോധ്യമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ചില ഘടകങ്ങൾ ആന്റണി ജോണിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഈ ഭൂരിപക്ഷത്തിൽ അപ്പുറത്തേക്ക് ഒരു പക്ഷേ മാറാൻ പാടില്ലായികയില്ല. സഖാവിനെ ആന്റണി ജോണിനെ സഹായിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അത് ഈ പൊതുസമൂഹം ചിന്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. 10 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു ജനപ്രതിനിധി ഒരു ആരോപണവും കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഈ വിജയത്തിൻ്റെ തിളക്കം കൂട്ടും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറിയെന്നാണ് LDF വിലയിരുത്തിയിട്ടുള്ളത്. MLA എന്ന നിലയിലുള്ള ആന്റണി ജോണിന്റെ പ്രവർത്തന മികവും നേട്ടമാകും. ആന്റണി ജോണിന്റെ ജനങ്ങളോടുള്ള ഇടപെടലിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും KA ജോയ് വ്യക്തമാക്കി. ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് നേട്ടങ്ങളുടെ പരിച്ഛേദം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഏതാണ്ട് എല്ലാ മേഖലയിലും സമഗ്രമായി കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ വികസനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയിട്ടുള്ളത്, റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ അസാധാരണമായിട്ടുള്ള മുന്നേറ്റം, കുടിവെള്ള പ്രശ്നം നമ്മുടെ മണ്ഡലത്തിൽ പരിഹരിച്ചതിൻ്റെ അനുഭവങ്ങൾ, സാമൂഹ്യ ക്ഷേമരംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആതുര രംഗത്ത് ഏതാണ്ട് 13,000 പേർക്ക് 23 കോടി രൂപയുടെ ചികിത്സാ സഹായം ആന്റണി ജോണിലൂടെ എത്തിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. GTV ന്യൂസ് കോതമംഗലം.